നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തിരുനാവായ എന്ന പുണ്യഭൂമിയിൽ മഹാമാഘ മഹോത്സവം ഗംഭീരമായി ആചരിച്ചു വരികയാണ്. ഒരു കാലത്ത് പവിത്രമായി ആചരിച്ചു വന്ന മഹാമാഘം അല്ലെങ്കിൽ മാഘമകം പിന്നീട് രക്തച്ചൊരിച്ചിലിന്റെ കഥ പറയുന്ന മാമാങ്കം ആയതെങ്ങനെയെന്നും ഇപ്പോൾ വീണ്ടും സനാതന സംസ്കാരത്തിന്റെ ശക്തമായ തിരിച്ചുവരവിനെ ആഘോഷിക്കുന്ന കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മാഘമഹോത്സവം എങ്ങനെ വീണ്ടും ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാം. പുരാതന കാലത്ത് പവിത്രമായി ആചരിച്ചു വന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഐതിഹ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യത്തെ യാഗം നടന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഇപ്പോൾ തവനൂർ എന്നറിയപ്പെടുന്ന താപസനൂർ എന്ന സ്ഥലത്താണ്. പരശുരാമന്റെ നിർദ്ദേശത്താൽ ബ്രഹ്മാവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ യജ്ഞത്തിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നു. 7 പുണ്യനദികളും ഭാരതപ്പുഴയിൽ സാന്നിധ്യമാകുന്ന മാഘമാസത്തിലാണ് യാഗം നടന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ നടന്ന ഈ യാഗം ഓരോ 12 വർഷം കൂടുമ്പോഴും ആവർത്തിക്കുമായിരുന്നു. ബ്രഹ്മാവ് നടത്തിയ ആദ്യ യജ്ഞത്തിന് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയായിരുന്നു മഹാമാഘത്തിന്റെ രക്ഷാധികാരി അഥവാ അധ്യക്ഷൻ. കാലക്രമേണ ദേവതുല്യരായ രാജാക്കന്മാർ രാജ്യം ഭരിച്ചപ്പോൾ ബൃഹസ്പതി അധ്യക്ഷ സ്ഥാനം പ്രാദേശിക ഭരണാധികാരികളായ പെരുമാളുകൾക്ക് കൈമാറി. ഓരോ 12 വർഷം കൂടുമ്പോഴും നിളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ കേരളത്തിന്റെ എല്ലാവിധ കലാരൂപങ്ങളും വിവിധ ആയോധന കലകളും പണ്ഡിത പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും എല്ലാം സംഘടിപ്പിക്കുമായിരുന്നു. ഇത് ദക്ഷിണ ഭാരതത്തിലെ ഒരു പ്രധാന വാണിജ്യമേളയായി പരിണമിച്ചു. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും ഒത്തുകൂടുമായിരുന്നു. അവരുടെ 12 വർഷത്തെ ഭരണകാലത്തെ വരവ് ചെലവ് കണക്കുകൾ അവരുടെ രക്ഷാധികാര ദേവതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു. വരാനിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചിക്കാനും കൃഷിയെയും ജീവിതശൈലിയെയും കുറിച്ച് ഉപദേശം നൽകാനും ജ്യോതിഷികളും ഈ വേദിയിൽ സന്നിഹിതരായിരുന്നു. ഒപ്പം അടുത്ത 12 വർഷത്തെ കാലയളവിലേക്കുള്ള പെരുമാളിനെ തിരഞ്ഞെടുക്കാനുള്ള വേദിയായി മാഘമഹോത്സവം മാറി. ഇത്തരത്തിൽ മാഘമഹോത്സവം തുടർന്നു പോരവേ അവസാനത്തെ പെരുമാളായ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാരോടൊപ്പം സ്വർഗം പോകിയതിനു ശേഷം മാഘ ഉത്സവത്തിന് അതിന്റെ രാജകീയ രക്ഷാധികാരി ഇല്ലാതെയായി. തുടർന്ന് കൊച്ചി ആസ്ഥാനമായുള്ള പെരുമ്പടപ്പ് സ്വരൂപം അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും വള്ളുവനാടിന്റെ രാജാവായ വള്ളുവ കോനാതിരിയെ പ്രതിനിധിയായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് സാമൂതിരി വള്ളുവ കോനാതിരിയിൽ നിന്നും അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തു. ഇത് 2 രാജകുടുംബങ്ങൾ തമ്മിലുള്ള മത്സരത്തിലേക്കും രക്തച്ചൊരിച്ചിലിലേക്കും നയിച്ചു. അങ്ങനെ കലാകായിക പ്രദർശനങ്ങളും വ്യാപാര മേളകളും ഒക്കെയായി നിലനിന്നിരുന്ന മാമാങ്ക വേദികൾ പിന്നീട് രണഭൂമിയായി മാറി. നിലപാട് തറയിൽ സർവാധികാരി എന്ന ഗാംഭീര്യത്തോടെ നിൽക്കുന്ന സാമൂതിരിയുടെ അടിമത്വം അംഗീകരിക്കാൻ വള്ളുവ കോനാതിരിക്കായില്ല. സാമൂതിരിയെ വധിക്കുന്നതിനായി വള്ളുവ കോനാതിരി നിയമിച്ച പടയാളികൾ ധൈര്യത്തിലും കഴിവിലും ആരെയും അതിശയിപ്പിക്കുന്നവരായിരുന്നു. ഈ പടയാളികൾ കോനാതിരിക്ക് വേണ്ടി കൊല്ലാനും മരിക്കാനും തയ്യാറായവരായിരുന്നു. ഇവരെയാണ് ചാവേറുകൾ എന്നറിയപ്പെട്ടിരുന്നത്. മാമാങ്ക ഉത്സവത്തിന് അധ്യക്ഷനായി നിലപാട് തറയിൽ നിൽക്കുന്ന നമ്പൂതിരിയെ വധിക്കുന്നതിനായി ഈ ചാവേറുകൾ പാഞ്ഞെടുക്കും. എന്നാൽ സാമൂതിരിക്ക് സംരക്ഷണം നൽകുന്ന അംഗപുരുഷന്മാരെയും സേനയെയും മറികടന്ന് മാത്രമേ ചാവേറുകൾക്ക് നിലപാട് തറയിൽ നിൽക്കുന്ന സാമൂതിരിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്ന ലക്ഷ്യത്തോടെ പാഞ്ഞെടുക്കുന്ന ചാവാളർ എന്ന് പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന ചാവേറുകൾ നിലപാട് തറയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സാമൂതിരിയുടെ പടയാളികളാൽ വധിക്കപ്പെടുമായിരുന്നു. ഒടുവിൽ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദർ അലി മലബാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടെ സാമൂതിരിക്കും വള്ളുവ കോനാതിരിക്കും അധികാരം നഷ്ടമായി. അതോടെ മാമാങ്കം അവസാനിക്കുകയും ചെയ്തു. 1755 അവസാനമായി മാമാങ്കം നടന്നത്. ഇന്നും തിരുനാവായ പ്രദേശത്ത് മാമാങ്കത്തിന്റെ സ്മാരകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ആരംഭിച്ച് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ചടങ്ങുകളായിരുന്നതിനാൽ മാഘമഹോത്സവം മഹാമകം എന്നും മാഘമകം എന്നും അറിയപ്പെടാൻ തുടങ്ങി എന്നൊരു അനുമാനമുണ്ട്. പിന്നീട് കാലക്രമേണ മഹാമാഘം അല്ലെങ്കിൽ മാഘമകം മാമാങ്കം എന്ന പേര് കൈവരിച്ചതാകാമെന്നും പറയുന്നു. ഒരു കാലത്ത് പുണ്യഭൂമിയായിരുന്ന ഈ പ്രദേശം പിന്നീട് അധികാരത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ വേദിയായി. എന്നാൽ മുൻകാലങ്ങളിൽ നടന്ന യജ്ഞത്തിന്റെ പുണ്യം കൊണ്ടോ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടോ ഈ പുണ്യഭൂമി വീണ്ടും അതിന്റെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്നു.
ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ സമീപ വർഷങ്ങളിൽ ഈ സാംസ്കാരിക പൈതൃകമുള്ള മഹാമാഘ മഹോത്സവം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിലാണ് ജൂന അഖാഡയിലെ മുതിർന്ന സന്യാസിയും മലയാളിയുമായ സ്വാമി ആനന്ദവനം ഭാരതിയെ ദക്ഷിണ ഭാരതത്തിന്റെ മഹാമണ്ഡലേശ്വരയായി നിയമിച്ചത്. തിരുനാവായയിൽ പുരാതന കാലം മുതൽക്കേ നടന്നിരുന്ന മാഘ മഹോത്സവം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത മഹാമണ്ഡലേശ്വരന്റെ ശ്രദ്ധയിൽ വന്നതിനെ തുടർന്നാണ് കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മാഘ മഹോത്സവം ഗംഭീരമായി നടത്താൻ തീരുമാനമായത്. സനാതന സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ആഹ്വാനമായാണ് മഹാമാഘ മഹോത്സവത്തെ കണക്കാക്കുന്നത്. മാമാങ്കത്തിൽ പടവെട്ടി മരിച്ചവരുടെ ആത്മാവിന് മോക്ഷം കൊടുക്കുന്നതിനുള്ള പൂജകളിലൂടെയാണ് ഇത്തവണ മാഘ മഹോത്സവം ആരംഭിച്ചത്. ഗംഗാ ആരതിക്ക് സമാനമായ നിള ആരതി മുതൽ പലവിധ പൂജകൾ ഉൾപ്പെടെ പുണ്യസ്നാനം വരെ മാഘ മഹോത്സവത്തിൽ നടത്തപ്പെടും. മാഘമാസത്തിലെ പുണ്യദിനങ്ങളിലെ സ്നാനം ആത്മീയ ശുദ്ധീകരണത്തിനും വ്യക്തിപരമായ ഉന്നതിക്കും ഏറ്റവും ഉത്തമമായ സമയമായി കരുതുന്നു. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തനദികളുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന സമയമാണ് യാഗം നടന്ന മാഘമാസം. സന്യാസി വര്യന്മാർക്കൊപ്പമുള്ള വിശേഷ പുണ്യസ്നാനങ്ങൾ കൂടാതെ ദിവസവും ഭാരതപ്പുഴയിൽ പുണ്യസ്നാനത്തിനായുള്ള ഒരുക്കങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിലെ മൗനി അമാവാസി, വസന്ത പഞ്ചമി, രഥസപ്തമി, ഗണേശ ജയന്തി, ഷഷ്ടി, ഭീമാഷ്ടമി, മാഘ പൗർണമി എന്നിവ പ്രത്യേക നിളാസ്നാനങ്ങളാണ്. സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ വരുന്ന മാഘമാസത്തിൽ ഏതു ദിവസം നിളാസ്നാനം ചെയ്യുന്നതും പവിത്രമായി കരുതുന്നു. ബ്രഹ്മദേവന്റെ യാഗഭൂമിയായാണ് തിരുനാവായ കണക്കാക്കപ്പെടുന്നത്. ബ്രഹ്മദേവന്റെ യജ്ഞത്തിനായി ഭാരതത്തിലെ തീർത്ഥങ്ങൾ ഗംഗയിൽ ലയിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇത് ഭാരതപ്പുഴയായി. ഭാരതപ്പുഴ ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയാണ്. കൂടാതെ ത്രികോണാകൃതിയിലുള്ള ഇവിടെ രാജരാജേശ്വരിയുടെ സാന്നിധ്യവുമുണ്ട്. ദക്ഷിണഗംഗ എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിനടുത്തുള്ള തിരുമൂർത്തി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത്രിമുനിയും പത്നി അനസൂയയുമായും ഈ മലകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ത്രിമൂർത്തികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഈ സ്ഥലത്തിന് തിരുമൂർത്തി മലയെന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. ജൂന അഖാഡയുടെ ദേവനായ ദത്താത്രേയന്റെ ജന്മസ്ഥലം കൂടിയായി ഇവിടം കരുതുന്നു. സനാതനധർമ്മത്തിന്റെ പൈതൃകം വീണ്ടെടുക്കുന്നതിന്റെ പ്രതീകമായാണ് മാഘ മഹോത്സവത്തെ കണക്കാക്കുന്നത്. വേദപാരായണം, നിള ആരതി, സന്യാസിമാരുടെ സംഗമം എന്നിവയാൽ മാഘ മഹോത്സവം ശ്രേഷ്ഠമാകുന്നു. ജാതിമത ഭേദമന്യേ ഭക്തരും സന്യാസി സമൂഹങ്ങളും ഒന്നുചേരുന്ന ഈ ആഘോഷം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ദേശത്തിന്റെയും ആത്മശുദ്ധീകരണത്തിലേക്കുള്ള പാതയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 5000-ലധികം വർഷം പഴക്കമുള്ള നാവാമുകുന്ദ ക്ഷേത്രം ഉൾപ്പെടുന്ന ത്രിമൂർത്തി ക്ഷേത്രങ്ങളെക്കുറിച്ചും നിളാ നദിയെക്കുറിച്ചുമൊക്കെ ഏറെ വിവരിക്കാനുണ്ട്. തൽക്കാലം മാമാങ്കം എന്നറിയപ്പെട്ടിരുന്ന മാഘ മഹോത്സവത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.